ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മാർഗമൊന്നുമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് KSRTC ഡ്രൈവറായ പാലോട് സ്വദേശി സതീഷ് കുമാർ. ഡ്യൂട്ടിക്കിടെ ഉണ്ടായ അപകടം സതീഷിൻ്റെ ജീവിതം മാറ്റിമറിച്ചു. ഓഫീസുകൾ തോറും കയറിയിറങ്ങിയിട്ടും ചികിത്സാ ചെലവുകൾക്കുള്ള ആനുകൂല്യം പോലും KSRTC നൽകിയിട്ടില്ല. ചികിത്സയ്ക്കായി വായ്പ എടുത്തത് മൂലം ഉള്ള കടപ്പാടം പോലും ജപ്തി ഭീഷണിയിൽ. സംസാരിക്കുമ്പോഴൊക്കെ കണ്ണുനിറയാതിരിക്കാൻ വേദന അത്രത്തോളം കടിച്ചമർത്തുന്നുണ്ട് പാലോട് കൊല്ലരുകോണം സ്വദേശി സതീഷ് കുമാർ. ജൂലൈ 30 2009 എൻ്റെ ഒരു മിനി ബസ്സും KSRTCയുടെ മിനി ബസ് എതിരെ വന്ന ലോറിയായിട്ട് എലവുപാലം പാലത്തിൽ വെച്ച് കൂട്ടിയിടുകയും 30ഓളം പേരൊക്കെ പരിക്കേൽക്കുകയും എന്നെ ബസ് വെട്ടിപ്പൊളിച്ചാണ് എന്നെ എടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. എനിക്ക് അതുവരെയുള്ള ഓർമ്മ എനിക്കുള്ളൂ. അപകടത്തിൽ ഇരുകാലുകൾക്കും ഗുരുതരമായി പരിക്കുപറ്റി. പറ്റിയ മുറിവ് പിന്നീട് ക്യാൻസറിൽ വരെ കൊണ്ടെത്തിച്ചു. തുടർന്ന് സ്ഥിരമായുള്ള മരുന്നുപയോഗം ഇരുവൃക്കകളെയും തകരാറിലാക്കി. ഡ്യൂട്ടിക്കിടെ ഉണ്ടായ അപകടമായിരുന്നിട്ടും ഇതുവരെയും 1 രൂപ പോലും KSRTC സതീഷ് കുമാറിന് നൽകിയിട്ടില്ല. KSRTC എൻ്റെ ഓരോരോ പേപ്പറുകളും കൊണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കണേ അല്ലാതെ ഒരു സഹായവും എനിക്ക് ഈ നിമിഷം വരെ കിട്ടിയിട്ടില്ല. 10 ദിവസം പാസ് ഡിപ്പോയിൽ തിരിച്ച് ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള രീതിയിൽ 4800 രൂപ എൻ്റെ കയ്യിൽ നിന്ന് അവർ KSRTC പൈസ ഈടാക്കി. സതീഷ് കുമാർ നൽകിയ പരാതിയിൽ ശമ്പളം നൽകണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ടും ഒരു ഫലവുമില്ല. ഞങ്ങൾക്ക് മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ള അവർ പറയുന്ന ആനുകൂല്യമൊന്നും തരാൻ പറ്റൂല എന്ന് പറഞ്ഞ് ആട്ടി ഓട്ടിക്കുകയാണ് ചെയ്യണത്. ഈ നിമിഷം വരെയും എനിക്കുള്ള പൈസകളോ അരിയർ ബില്ലോ തന്നിട്ടില്ല. വർഷങ്ങളോളം നീണ്ട ചികിത്സയ്ക്കായി എടുത്ത വായ്പ സ്വന്തം കിടപ്പാടം പോലും നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലാണ്. അവിവാഹിതനാണ് സതീഷ് കുമാർ. 85 വയസ്സുള്ള അമ്മ മാത്രമാണ് ആശ്രയം. ഇപ്പോഴും രേഖകളിൽ സർക്കാർ ജീവനക്കാരനായതിനാൽ ആശുപത്രികളിലും ഒരു ആനുകൂല്യവുമില്ല. പതിനെട്ട് വർഷത്തോളം KSRTC ബസിന്റെ വളയം പിടിച്ചയാളാണ് സതീഷ് കുമാർ. ഇപ്പോഴത്തെ ജീവിതം കണ്ടില്ലേ. അടിയന്തരമായി വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.